അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ്. ഇത് നമ്മളിപ്പോൾ നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറിലേക്ക് അയക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ചില ഇൻവെർട്ടറിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോളാറിൽ പ്രവർത്തിക്കുകയും സോളാറിൽ നമ്മൾ സേവ് ചെയ്ത എനർജിയൊക്കെ രാത്രി ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജായി അവിടെ വേസ്റ്റ് ആയി പോവാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മളിത് കണക്ഷൻസ് ഒക്കെ എല്ലാം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രിഡ്, അതായത് ബാറ്ററി ചാർജിങ്ങിൽ KCBന്ന് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് ഓൺ ആക്കിയിട്ടാലാണ് നമ്മൾ ബാറ്ററി ചാർജ് ആവുള്ളൂ. ഇത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ തന്നെ സ്വിച്ച് ഇല്ലാത്ത ഏത് ഇൻവെർട്ടറിൽ വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട മാതിരി തന്നെ ഒരു ഡിവൈസ് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ്. അപ്പോൾ ഇത് എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സാധനം ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ്. അത് നമ്മൾ നിർമ്മിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളിപ്പോൾ നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറിലേക്ക് അയക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ചില ഇൻവെർട്ടറിൽ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൂമിനസ് NSC 1800 VA താഴേക്കുള്ള ഇൻവെർട്ടറിലൊക്കെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അതിനകത്ത് ഉണ്ടാവില്ല. അതായത് KCB നിന്ന് ബാറ്ററി ചാർജ് ആവണേ ചാർജിങ് ഓണും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അത് ചില ഇൻവെർട്ടറിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോളാറിൽ പ്രവർത്തിക്കുകയും സോളാറിൽ നമ്മൾ സേവ് ചെയ്ത എനർജിയൊക്കെ രാത്രി ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജായി അവിടെ വേസ്റ്റ് ആയി പോവാണ്. അപ്പോൾ നമുക്കത് സോളാറിലേക്ക് മാറ്റിയിട്ട് അത് ഉപയോഗപ്പെടില്ല. പക്ഷെ നമ്മൾ ഈ ഡിവൈസ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യുന്നത്. MPPT വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മളിത് കണക്ഷൻസ് ഒക്കെ എല്ലാം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം അങ്ങനെയാണ്. നമുക്ക് സാധാരണക്കാരന് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രിഡ്, അതായത് ബാറ്ററി ചാർജിങ്ങിൽ KCBന്ന് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് ഓൺ ആക്കിയിട്ടാലാണ് നമ്മൾ ബാറ്ററി ചാർജ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതായത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ തന്നെ സ്വിച്ച് ഇല്ലാത്ത ഏത് ഇൻവെർട്ടറിൽ വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കൂടെ കാണാൻ പറ്റും ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ് എന്ന് തന്നെ അത് ഒരു വലിയ അക്ഷരത്തിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സ്വിച്ച് വരുന്നത്. ഇതാണ് നമ്മുടെ ചാർജിങ്, അതായത് ചാർജിങ് സ്വിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ 16 ആമ്പിൻ്റെ സ്വിച്ചാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രിഡ് ചാർജിങ്, അതായത് ബാറ്ററി KCBയിൽ നിന്ന് ബാറ്ററി ചാർജ് ആവണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ചാർജിങ് ആവും. പിന്നെ നമുക്ക് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ മെയിൻ സോൺ, അതായത് കറണ്ട് KCBന്ന് എനർജി വൈദ്യുതി കിട്ടുന്നുണ്ടെന്ന് അറിയിക്കാനാണ് മെയിൻ സോൺ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ തെളിഞ്ഞെടുക്കും. ഗ്രീൻ ലൈറ്റാണ് ഇതിന് വരുന്നത്. പിന്നെ ചാർജിങ് ഓൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ചാർജിങ് നടക്കുന്നത് തെളിയിക്കാനാണ് ഈ ചാർജിങ് റെഡ് ലൈറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇവിടെ വരുന്നത്. നമുക്ക് കാണാൻ പറ്റും നല്ലൊരു മെറ്റൽ ക്വാളിറ്റിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് ഹിസ്റ്ററിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 6 കണക്ഷൻസാണ് വരുന്നത്. ഇവിടെ 3 ഇവിടെ 3. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, നല്ലോണം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് KCB കണക്ഷനാണ്. അതായത് KCBയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇൻവെർട്ടർ കണക്ഷൻ. അപ്പോൾ നമ്മൾ KCB കണക്ഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ലോഡാണ്. ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ലോഡ് ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്കും കണക്ട് ചെയ്തേക്കണം. അത് അവിടെ നിന്ന് വെടിയിച്ച് ലോഡ് ഫേസ് മാത്രം നമ്മൾ ഈ കണക്ഷൻ ഈ അറ്റത്തെ പോയിന്റിൽ കണക്ട് ചെയ്യണം. പിന്നെ N എന്ന് പറയുന്നത് ന്യൂട്രാണ്. അതായത് KCB എന്ന് പറഞ്ഞ ന്യൂട്രൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം രണ്ടാമത്. പിന്നെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ MPPTയുടെ ഔട്ടാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ MPPTയിലേക്കാണ് നമ്മൾ ആദ്യം ഫേസ് കയറ്റുന്നത്, അവിടെ ഔട്ട് MPPTയുടെ വരുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് നമുക്ക് കാണാൻ പറ്റും ഇൻവെർട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഔട്ട്, അതായത് ഔട്ട് ന്യൂട്രൽ ഇന്ന് ഇത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുക്കേണ്ട. ഇതിൽ നിന്ന് നേരിട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ ഇത് കണക്ട് ചെയ്യുക, ന്യൂട്രലിലും ഇൻപുട്ടിലും ഇത് കണക്ട് ചെയ്യുക. ഇൻവെർട്ടർ കണക്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഡയഗ്രാം വരച്ച് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വരെ നല്ല ക്വാളിറ്റിയിൽ മെറ്റലിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, അതായത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഡിവൈസ്. അപ്പോൾ മൊത്തം 6 കണക്ഷൻസാണ് വരുന്നത്. ഇവിടെ 3 അവിടെ 3 അങ്ങനെ മൊത്തം 6 കണക്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആയുമ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒരു MPPT വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MPPTയുടെ ആദ്യം ബാറ്ററി കണക്ട് ചെയ്തു, പിന്നെ സോളാർ പാനൽ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ KCB കണക്ഷനാണ്. അപ്പോൾ KCB കണക്ഷനിൽ നമ്മൾ ആദ്യം MPPTയുടെ ഇൻപുട്ട് നേരെ KCB, ഈ ഗ്രീൻ വയർ MPPTയുടെ ഇൻപുട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ KCBന്ന് എടുത്ത് ഇന്നിലേക്ക് കയറ്റണു. അവിടുന്ന് ഔട്ട് നേരെ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ ഔട്ടാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ട്. ഇതുപോലെ റെഡ് വയർ നേരെ പോയി അതിനകത്ത് കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ചാർജിങ് ഡിവൈസിലേക്ക് നേരിട്ട് ലോഡ് നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം.
അത് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രും കോമൺ ആയിട്ട് ന്യൂട്രൽ KCB ന്യൂട്രൽ എടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇവിടെ. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ ചെറിയൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ്. അപ്പോൾ ഔട്ട് നമ്മൾ നേരെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇൻവെർട്ടർ ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ന്യൂട്രും അതുപോലെ തന്നെ ഇൻവെർട്ടറിലേക്കുള്ള ന്യൂട്രും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇൻപുട്ട്, അതായത് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ രാവിലെ സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഔട്ടിലും കറണ്ട് ഉണ്ടാവും. സോളാറിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടാണ് കട്ടാവുന്നത്. ഔട്ട് കട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് പോയി. ഇന്ന് പോകുമ്പോൾ തന്നെ ലോഡ് നേരെ നമ്മുടെ ഇൻവെർട്ടർ ത്രൂ ഔട്ടിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ ബാറ്ററി ചാർജിങ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് കറണ്ട് ഉള്ളപ്പോൾ KCB ഉള്ളപ്പോഴാണ് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ KCBയിൽ കറണ്ട് വരുമ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഡിവൈസുമേ. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നിൽ കറണ്ട് വരും. ഇന്നിൽ കറണ്ട് വരുമ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് നടക്കുന്നത്. നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ ഇൻപുട്ട് ഓഫ് ആവും, അങ്ങനെ ചാർജിങ് ഓഫ് ആവും. അല്ലാത്ത സമയത്ത് നമ്മുടെ ചാർജിങ് നടക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാമൊക്കെ വരുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഈ ഡിവൈസാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് വരുന്നതൊക്കെ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ KCB കണക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്, ഇവിടെ ഇൻവെർട്ടർ കണക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം KCBയുടെ കണക്ഷൻസ് ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലോഡാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് ന്യൂട്രൽ, മൂന്നാമത് ഇൻപുട്ട്. MPPTയുടെ ഔട്ടാണ് ഇതിൻ്റെ ഇന്നായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ലോഡാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലോഡ് ഇപ്പോൾ നമ്മൾ താൽക്കാലം ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബൾബാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ ഒരു ബൾബ് നമ്മളൊരു ഹോൾഡർമേ ഫിറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ ആദ്യത്തെ ഒരു വയറാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഈ ലോഡ് എന്ന് പറയുന്നത് ഈ ഫേസിലേക്ക് ഒരു ബൾബിൻ്റെ ആദ്യത്തെ വയർ, അതായത് ഫേസ് വയർ കണക്ട് ചെയ്യാം. അത് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ന്യൂട്രാണ് കണക്ട് ചെയ്യേണ്ടത്. ന്യൂട്രൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DB തന്നെ കോമൺ ആയിട്ട് ന്യൂട്രൽ എല്ലായിടത്തേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാട്ടാൻ വേണ്ടി ന്യൂട്രൽ നമ്മൾ നേരിട്ട് KCBയിലേക്ക് തന്നെ ന്യൂട്രലിലേക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ ഇത് മാത്രം കണക്ട് ചെയ്താൽ പോരാ സാധാരണ രീതിയിൽ. കാരണം നമുക്ക് ഇതിനകത്ത്, അതായത് നമ്മൾ ഇതിനകത്തേക്ക് ന്യൂട്രൽ കൊടുക്കുന്നത് നേരിട്ട് KCB എന്നാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു വയർ എടുത്തിട്ട് ഈ ന്യൂട്രൽ കൂടെ ഇതും കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടിരുമ്പോൾ ന്യൂട്രൽ ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബൾബിലേക്കുള്ള ന്യൂട്രലും പിന്നെ കോമൺ KCBയിലേക്ക് കൊടുക്കാനുള്ള ന്യൂട്രലാണ് നമ്മൾ കണ്ട ഈ വയർ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടേക്കാണ്. ഇനി അടുത്തത് നമ്മൾ ഇൻപുട്ടാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു വയറിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാണ്. അപ്പം കാണാൻ പറ്റും നമ്മൾ ഇതുപോലെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ MPPTയുടെ ഔട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും MPPTയുടെ ഔട്ട്. അപ്പോൾ കണ്ടോ ഗ്രിഡ് ഫേസ് MPPTയുടെ ഔട്ടിലേക്കാണ് നമ്മൾ നമ്മുടെ ഗ്രിഡ് ഫേസ് ഇതിൻ്റെ ഈ ഡിവൈസിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും കണ്ടോ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇതിന് ഔട്ട് നേരെടുത്ത് ഒരു വയറിട്ട് നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തേക്കണം. ഇനി നമ്മൾ MPPTയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് മെയിൻ KCB ആണ്. അതായത് നമ്മൾ KCB എന്ന് പറഞ്ഞ ഇൻപുട്ടാണ് നമ്മുടെ MPPTയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പം കാണാൻ പറ്റും നമ്മളൊരു ഫേസ് വയർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വയർ കണക്ട് ചെയ്യേണ്ടത് ഇതിനകത്താണ്. അപ്പോൾ നമ്മളിത് താൽക്കാലികമായിട്ട് നമ്മളിവിടെ ഒരു പ്ലഗ് സോക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അപ്പം കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ ഫേസ് വരുന്നത്. നമുക്ക് ടെസ്റ്റർ ചെയ്യുമ്പോൾ ലേറ്റ് എത്തുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ ഫേസിലേക്കാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ ഫേസിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ന്യൂട്രും കൂടി ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രും ഫേസും കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാൻ കണക്ഷൻസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് ലൈൻ KCBയുടെ ഫേസ് ലൈനാണ് വരുന്നത്. നേരെ നമ്മുടെ MPPTയുടെ ഇൻപുട്ടിലേക്ക് കയറണു. അവിടെ നിന്ന് ഔട്ട് ഈ റെഡ് വയർ നേരെ നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഇന്നിലേക്ക് കയറണു. പിന്നെ നമ്മൾ ലോഡിലേക്കായിട്ട് ലോഡും ന്യൂട്രും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണക്ഷൻസാണ് ഇവിടെ വരുന്നത്. നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്താലാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇനി അടുത്തത് നമ്മുടെ ഇൻവെർട്ടർ കണക്ഷൻ കൂടി ഉണ്ടാവും. നമ്മുടെ ഇവിടെയുള്ള ഇൻവെർട്ടർ കണക്ഷൻസും കൂടി നമുക്കിവിടെ ചെയ്യാം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഇൻവെർട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് ഈ 3 കണക്ഷൻസാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളിതിൻ്റെ മേളിൽ തന്നെ ഇൻവെർട്ടറിലേക്കുള്ള ഔട്ട്, ന്യൂട്രൽ, ഇൻപുട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ബാറ്ററി ടെർമിനൽ 2 കണക്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് ഓൺ ആക്കി ഇട്ടേക്കാണ്. ഇത് ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശമാണ്. നമുക്ക് ഇത് തന്നെ ഈ സ്വിച്ച് കാണാൻ പറ്റും. ഇത് ഗ്രിഡ് ചാർജിങ് ഉള്ള സ്വിച്ചാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഇൻവെർട്ടർ എടുത്തുന്നുള്ളൂ. ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇൻവെർട്ടർ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോവാണ്.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഇൻവെർട്ടറിൽ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ സോക്കറ്റ്, ഇൻപുട്ട് സോക്കറ്റ് ഇങ്ങനെയായിരിക്കും. 3 പിൻ ടോപ്പ് ആയിരിക്കും വരുന്നത്, ന്യൂട്രും ഫേസും ഇന്നിലേക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പ്ലഗ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കയറ്റാൻ. അപ്പോൾ ഇത്രയും വലിയ കണക്ട് നമ്മൾ കട്ട് ചെയ്തതിന് വാറൻറ്റി ഉള്ള ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ വാറൻറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മളൊരു പ്ലഗിലേക്ക്, അതായത് ഒരു പ്ലഗ് ബോക്സിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ട ഇതിനകത്തേക്ക് നമ്മളിത് കണക്ട് ചെയ്തതാണ്. അപ്പോൾ കണ്ട നമ്മൾ ഇതിനകത്തേക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വയറാണ് നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം കാണാൻ പറ്റും നമ്മൾ ഈ ടേപ്പ് അടിച്ചേക്കുന്നത് ന്യൂട്രും ഇത് ലൈനാണ്, അതായത് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്ന് നമ്മൾ നേരെ ആദ്യം നമ്മുടെ ഇന്നിലേക്ക് കണക്ട് ചെയ്യുക, നമ്മുടെ ഇതിനകത്തേക്ക്. എന്നിട്ട് നമുക്കത് നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ പഴയ മറ്റേ സാധാരണ ഇൻവെർട്ടർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കണക്ഷൻസാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഇതുപോലെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കടുത്ത് ന്യൂട്രൽ കണക്ട് ചെയ്യുക, ഇൻവെർട്ടറിലേക്കുള്ള ന്യൂട്രൽ. അപ്പോൾ നമ്മൾ ന്യൂട്രൽ കൂടി കണക്ട് ചെയ്തു. ന്യൂട്രൽ കോമൺ ആണ്, നമ്മൾ ഇവിടെ കിട്ടുന്ന ന്യൂട്രലായിരിക്കും എവിടെയും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും നമ്മൾ കണ്ട ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് വരുന്നത്. നമ്മൾ ഒരു പ്ലഗ് സോക്കറ്റിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇൻപുട്ട് ന്യൂട്രൽ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കാണ്. നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇൻപുട്ട് ന്യൂട്രൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് കണക്ട് ചെയ്യേണ്ടത് ഔട്ടാണ്, ഔട്ട്. അപ്പോൾ ഔട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ ഇവിടുത്തെ ഈ ഔട്ടാണ് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ന്യൂട്രലും കിട്ടും, പക്ഷേ നമ്മൾ ഔട്ട് മാത്രം കണക്ട് ചെയ്താൽ മതി. കാരണം ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് DB നിന്ന് എടുത്തേക്കാണ്. അത് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരുന്നത് ഇതിനകത്തുനിന്നാണ്, പക്ഷേ നമ്മൾ ഇൻവെർട്ടർ ലൈൻ ചെയ്യുമ്പോൾ DB എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലഗ്, അതായത് ഇതുപോലെ ഒരു 3 പിൻ ടോപ്പിൽ ഫേസ് മാത്രം കയറ്റി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഔട്ട് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനകത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉണ്ടോ നമ്മൾ ഔട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഇതിനകത്താണ് ഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്ലഗ്, അതായത് നമ്മൾ ഈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വയർ നേരെ നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സൈഡിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ കറണ്ട് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു, കണ്ടോ നമ്മൾ ഇതുപോലെ തന്നെ അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഒന്നുകൂടി കണക്ഷൻസ് പറയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്തത് ന്യൂട്രൽ ഫേസ് ആണ്. അപ്പോൾ ന്യൂട്രൽ ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ പുതിയ മോഡൽ ഇൻവെർട്ടറിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. 3 പിൻ ടോപ്പുള്ള സോക്കറ്റ് അവർ തന്നെ വയർ അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലഗ് സോക്കറ്റ് വെച്ചിട്ട് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഔട്ട് ഫേസ് നമ്മൾ ഇതിനകത്തേക്ക് മാത്രമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കണക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. നമ്മളിനി ഇത് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ഈ ഡിവൈസ് നമ്മൾ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഇപ്പോൾ ഓണാണ്. നമ്മുടെ ഈ ലൈറ്റ് കത്തിയത് കാണാൻ പറ്റും, കണ്ടോ നമ്മുടെ ലൈറ്റ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും നമ്മുടെ ഇവിടെ മെയിൻ സോൺ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററും തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധനം ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ MPPTയുടെ ഇന്ന് കയറ്റിയിട്ട് ഫേസ് ഔട്ടാണ് എടുത്തിരിക്കുന്നത്. ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഇൻപുട്ടായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കിയത്തെ കണക്ഷൻസ് എല്ലാം ഇവിടെ റെഡി ആക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് ആയാലും എല്ലാം കണക്ട് ചെയ്ത് ഇൻവെർട്ടർ നമ്മൾ ഓൺ ആക്കിയിട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വരെ തന്നെ സോളാറിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഔട്ട് ഇവിടെ ഓഫ് ആവും, അതായത് ഔട്ട് ഇവിടെ കട്ടാവും. ഔട്ട് നമ്മുടെ ഇതിൻ്റെ ഔട്ട് ഇവിടെ കട്ടാവും. ഔട്ട് കട്ടാകുമ്പോൾ ഇതിനകത്ത് ഫേസ് പോയി കഴിയുമ്പോൾ നമ്മുടെ മെയിൻസ് ഓഫ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഓഫ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് എടുത്തേക്ക് ലോഡ് പ്രവർത്തിക്കണം, അതായത് ഇൻവെർട്ടർ ത്രൂ ആയിരിക്കും നമ്മുടെ ഇത് പ്രവർത്തിക്കണം. സാധാരണ ഈ സോളാർ വർക്കിംഗ്. ഇനി നമ്മുടെ ഇത് ഔട്ട് വരുമ്പോൾ നേരെ ലോഡ് KCBയിലേക്ക് മാറും. അപ്പോൾ ഇൻവെർട്ടർ ഓഫ് ആവും, ഇൻവെർട്ടറിൽ പ്രവർത്തിക്കില്ല. നേരെ ലോഡ് നമ്മുടെ ഇതിനകത്ത് KCBയിലായിരിക്കും പ്രവർത്തിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇനിയിപ്പോൾ ചാർജിങ് സ്വിച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ചാർജിങ് ഓൺ എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻവെർട്ടറും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ഇൻവെർട്ടർ ഇവിടെ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ ഇപ്പോൾ തെളിയും, കണ്ടോ നമുക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ LED ഇൻഡിക്കേറ്റർ നമ്മുടെ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. മെയിൻസ് അവൈലബിൾ ആണ്. മെയിൻസ് 230 വോൾട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മെയിൻസ് ചാർജിങ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടോ ഇൻവെർട്ടറിൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. നോർമൽ ചാർജിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഇപ്പോൾ എത്ര ആംബിയറിലാണ് ചാർജ് കയറുന്നത്. 5-6 ആംബിയറിലേക്കാണ് ഇപ്പോൾ ചാർജിങ് കയറുന്നത്. നമുക്കവിടെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞേക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാറുന്നതും നോക്കാൻ പറ്റും. ഉണ്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ ഇത് മാറി ഇപ്പോൾ ഇൻവെർട്ടർ മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. നമ്മൾ പ്രത്യേകം പറയുന്നത് മെയിൻസ് അവൈലബിൾ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് നോർമൽ ചാർജിങ് ചെയ്യാൻ പറ്റും. നോർമൽ ചാർജിങ് എന്നല്ല, ചാർജിങ് ചെയ്യാൻ പറ്റുന്നത് മെയിൻസ് അവൈലബിൾ ഉള്ളപ്പോൾ മാത്രമാണ് ചാർജിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് എവിടേക്കാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. 1 വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണ്ടി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലേക്കാണ് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.